ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് വീട് വിട്ടു പോകുന്നതിൻ്റെ ആ സങ്കടത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. പക്ഷേ ജലജയ്ക്കും നവ്യയ്ക്കും അഭിക്കൊന്നും ഒരു സങ്കടവും ഇല്ല. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയാണ്. പക്ഷേ ആ സന്തോഷമൊന്നും ഇവരുടെ മുന്നിൽ കാണിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കടിച്ച് പിടിച്ചങ്ങ് നിൽക്കുക. അപ്പോൾ ആദർശ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മോനെ നീ എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കെട്ടിപ്പിടിച്ച് കരയണം. എനിക്ക് പോയേ മതിയാവുള്ളൂ. ഞാൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഞാൻ മുത്തശ്ശനോട് നിഗ്രഹം മേടിക്കാൻ പോയായിരുന്നു. പക്ഷേ മുത്തശ്ശൻ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയതുപോലെ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ഈ വീട് വിട്ട് പോയി എനിക്ക് മതിയാവുള്ളൂ അമ്മ എന്നൊക്കെ പറയാം. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിലും കരച്ചിലോട് കരച്ചിലാണ് തന്നെയാണ്. മോനെ എന്താ മോനെ ഇത് ആദർശേ, ദേ നിങ്ങൾ അവനോടൊന്ന് പോകണ്ടെന്ന് പറ, നിങ്ങൾ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശിനോട് പറയാം. മുത്തശ്ശി ഇതിടഞ്ഞപ്പോഴേക്കും മുത്തശ്ശനൊന്നും മിണ്ടാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. മുത്തശ്ശി വേണ്ട മുത്തശ്ശി, മുത്തശ്ശിനെ തടയണ്ട. കാരണം മുത്തശ്ശൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ ഭാഗത്താണ് തെറ്റ് മുഴുവനും. അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചത് എന്നൊക്കെ പറയാം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നവ്യാണെങ്കിൽ മനസ്സിന്തിക്കണം, അതേടാ താൻ പോകണം തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഇനി മേലെ തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതി. തൻ്റെ മുഖം കാണുന്നത് പോലും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും നയനിരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, മോനെ ദേ നയനയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അവളിങ്ങനെ സങ്കടപ്പെടുത്താവോ, അവളെ തലച്ചാക്കിയിട്ട് ഇങ്ങനെ പോകാവോ എന്നൊക്കെ മുത്തശ്ശിയും അതേപോലെ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവന്തികയും ചോദിക്കുകയാണ്, അതേ ഏട്ടാ ഏട്ടൻ എന്തിനാ പോകുന്നത്? ദേ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അപ്പോൾ പിന്നെ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് പോകാവോ? അവന്തികയെ നീ പറഞ്ഞ കുഞ്ഞ് അവളുടെ വയറ്റിലില്ലായിരുന്നെങ്കിൽ അവളെയും കൂട്ടി ഞാൻ ഇവിടെ നിന്ന് പടി ഇറങ്ങിയാനായിരുന്നു. പക്ഷേ ആ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് നയനയെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങാനായിട്ട് പോകുന്നത്. പക്ഷേ നയനയുടെ കുഞ്ഞിനെയൊക്കെ നന്നായിട്ട് എൻ്റെ അമ്മ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമില്ല എന്നൊക്കെ അവിടെ പറയാം. മോനെ ആദർശേ, നിന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റും മോനെ നീ ഇവിടെ നിൽക്കടാ, നീ ഇവിടെ നിന്ന് പോകരുതടാ എന്നൊക്കെ ദേവയാനി കരഞ്ഞ് പറയണം. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിക്കില്ല അമ്മേ എന്നൊക്കെ പറയാം. പറഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ഇറങ്ങട്ടെ, എനിക്കിനി കൂടുതൽ നേരം ഇവിടെ സംസാരിച്ച് നിൽക്കാനായിട്ട് കഴിയില്ല, ഞാൻ ഇറങ്ങുകയാണ്. പക്ഷേ ഞാനിനി തിരിച്ചു വരുന്നത് എൻ്റെ മുത്തശ്ശൻ്റെ മുഖത്ത് എനിക്ക് എപ്പം നോക്കാൻ പറ്റുന്നോ, ഒരു കുറ്റബോധവും ഇല്ലാതെ എനിക്ക് നോക്കാൻ പറ്റുന്നത് എപ്പോഴാണോ ആ സമയത്തെ ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുള്ളൂ എന്നൊരു കഠിന വാക്കും കൂടി നമ്മുടെ ആദർശ് എടുക്കുകയാണ്. അപ്പോൾ ആദർശ് ആ ഒരു കഠിന വാക്ക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം കൊണ്ട് കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ജലജയും പറയാണ്, ആദർശ് മോനെ നീ എന്തിനാണ് പോകുന്നത്? ദേ അങ്ങനെ പോകാൻ പാടുണ്ടോ? നിന്നോട് ഇവിടുന്ന് ആരും ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവരുടെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ മനസ്സിൽ എന്താണെന്ന് ശരിക്കും ആദർശ് മനസ്സിലായി. അങ്ങനെ ആദർശ് അവരുടെ മുന്നിൽ കൂടുതൽ വാച കടിക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ആദർശ് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. മുത്തശ്ശിയോട് അനുഗ്രഹം മേടിക്കുകയാണ്. മോനെ ആദർശേ, ഞങ്ങളേക്ക് വിട്ട് പോവുകയാണോടാ? ഇവിടെ നിൽക്കടാ, പോകല്ലേടെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരയാണ്. ഞാൻ പോവാണ് മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങി നേരെ കാറിലേക്ക് പോകാൻ കയറുന്ന ആ സമയത്ത് അപ്പോൾ ചോദിക്കുകയാണ്, അതെ ആദർശ് പോവാണ്, നമുക്ക് അവൻ്റെ പിന്നാലെ പോയാലോ? അവൻ്റെ ഈ കരച്ചിൽ കണ്ടിട്ടേ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. വേണ്ടമ്മേ വേണ്ട, ഇവിടത്തെ ഒരുത്തിയാണെങ്കിൽ നോക്കി നിൽക്കണമെന്ന് കണ്ടില്ലേ? അവളുടെ മുഖത്ത് ഭയങ്കരേറെ ദേഷ്യമാണ്. ഇനി എങ്ങാനും നമ്മൾ അവിടെ പോയി ചിരിച്ച് ഉല്ലസിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം കൊളാകും. അതുകൊണ്ട് അവർ പോട്ടെ, നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ മതിയെന്നും പറയാം. അങ്ങനെ നമ്മുടെ ആദർശ് ഞാൻ പോവാണ് അമ്മേ, നയനെ ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്നൊക്കെ ഇവരെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കൊന്നും പറയാൻ പറ്റിയില്ല. നയനയാണെങ്കിൽ ഭയങ്കരേറെ കരച്ചിലാണ്. അപ്പോൾ ആദർശിനോട് വീണ്ടും ദേവയാനി പറയുന്നുണ്ട്, മോനെ നീ പോകരുതെന്ന്, എനിക്ക് പോകണം അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ, അതായത് ചന്തു മോളെ വാരി എടുത്തിട്ട് നമ്മുടെ ആദർശ് ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും
ഞാൻ ഇവളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ കാര്യം എന്താകും? നിങ്ങളൊക്കെ നന്നായിട്ട് നോക്കുമെന്നറിയാം. പക്ഷേ ഈ ചന്തു മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നയന. നയനയ്ക്ക് കാണുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരണ്ടേ? ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഓടി വരാനൊക്കെ പറ്റുമോ? പിന്നെ ഇവിടെയാണ് നയന നിൽക്കേണ്ടത്. അതായത് അമ്മായിയമ്മയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് സുരക്ഷിതമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അല്ലെങ്കിലും അവൾ ഇവിടെ അല്ലേ നമ്മെ നിൽക്കേണ്ടത്. എനിക്ക് ഏതായാലും പോകാനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് വണ്ടിയിലേക്ക് കയറുക. വണ്ടിയിലേക്ക് കയറുമ്പോഴും ആദർശ് ഇവയ്ക്ക് 3 പേർക്കും ടാറ്റ കൊടുക്കുകയാണ്. ഇവരാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അങ്ങനെ ഇവർ നേരെ അകത്തേക്ക് പോകണം. അപ്പോഴേക്കും ഈ നവ്യാണെങ്കിൽ മുത്തശ്ശനോട് പറയുകയാണ്, മുത്തശ്ശ, ഇപ്പോഴാണ് മുത്തശ്ശൻ ഒരു നല്ലൊരു തീരുമാനം എടുത്തത്, ശരിയായ തീരുമാനം എടുത്തത്. എനിക്കിപ്പോൾ ബോധ്യമായി മുത്തശ്ശൻ എല്ലാ മക്കളെയും ഒരേപോലെയാണ് കാണുന്നതെന്ന്. ഈ ബിസിനസ്സിൻ്റെ ഇടിവ് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനേക്കാളും വലിയൊരു തെറ്റ് ചെയ്ത ആളാണ് ഈ ആദർശ് എന്ന് പറഞ്ഞ ആള്. അയാൾക്ക് അപ്പോൾ ഒരു ശിക്ഷ കൊടുത്തില്ല. ഇപ്പതേ ബിസിനസ് തകർന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ വലിയൊരു കഠിന ശിക്ഷ തന്നെയാണ് കൊടുത്തത്. എന്തായാലും അയാൾ ഇവിടുന്ന് പോയല്ലോ. മുത്തശ്ശൻ ശിക്ഷ കൊടുത്തല്ലോ, അതന്നെ മഹാസമാധാനം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നവ്യേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ മുത്തശ്ശി തെറ്റ്? അയാൾ ചെയ്തു കൂട്ടിയ വൃത്തികേടെല്ലാം മുത്തശ്ശിക്കും നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ എൻ്റെ മേലിൽ ഇങ്ങനെ ചൂടായി കയറുന്നത്? അപ്പോ ദേവയാനിയും ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്. നവ്യേ, മിണ്ടിപ്പോകരുത് ഇവിടെ. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കും നിന്റെ ഭർത്താവിനൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ നവ്യാണെങ്കിലും മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ടും കരയാണ്. അപ്പൊ മുത്തശ്ശി പറയണ കണ്ടോ, നയനമോളുടെ കരച്ചിൽ കണ്ടോ? അതൊക്കെ എന്താണ് കാണാത്തത്? അപ്പൊ മുത്തശ്ശനോടും ചോദിക്കാണ്, നിങ്ങളിത് കാണുന്നില്ലേ മനുഷ്യ? അവളുടെ സങ്കടം കാണുന്നില്ലേ? അവളൊരു വലിയൊരു കുഞ്ഞുള്ളല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എല്ലാവരും സങ്കടം കാണുന്നുണ്ട്. അതിനിപ്പം ഞാൻ എന്ത് വേണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോഴേക്കും നവ്യാണെങ്കിൽ നയനയുടെ വയലിലൊരു കുഞ്ഞുള്ളതാണ്. അപ്പോൾ അവളിങ്ങനെ സങ്കടപ്പെടാനൊന്നും പാടില്ല. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അയാളെ ഏതായാലും നയനയെ കൂട്ടിക്കൊണ്ടു പോകാതെന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം അയാള് ഇവളെ അവിടെ ഇരുത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകും. അങ്ങനെ അവളെ നോക്കാൻ ആരാ ഉള്ളത്? അപ്പൊ അവൾ ഇവിടെ തന്നെ നിൽക്കാനല്ലേ നല്ലത്? എൻ്റെ ഭർത്താവാണെങ്കിലേ എൻ്റെ വയലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല ഇതാണ് തന്നത്. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം അതേപോലെയൊക്കെ തന്നെയാ എന്നെ നന്നായിട്ട് തന്നെയാണ് എൻ്റെ ഭർത്താവ് നോക്കിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്ക് അത് ഒട്ടും ദഹിച്ചില്ല. അപ്പൊ ദേവയാനി നിന്റെ ഭർത്താവ് നിന്നെ നോക്കിയെന്നാണോ പറയുന്നത്? ശബ്ദിച്ചു പോകരുത് നീ. പിന്നെ നോക്കാന്നല്ലാതെ എൻ്റെ ഭർത്താവിനെ നന്നായിട്ട് തന്നെയാണ് നോക്കിയത്. അതേടി, നിന്റെ ഭർത്താവിനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളെ ഈ ഭൂലോകത്തൊന്നും കിട്ടില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത് നീ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്കാകെ പേടി തോന്നുന്നു. അപ്പോൾ ജലജയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ എന്തിനാണ് നീ ഇതൊക്കെ പറഞ്ഞു കൂട്ടുന്നത്? ശരിയാ, ഇപ്പം ഞാൻ പറഞ്ഞു മുഴുവനാണ് തെറ്റ്. ഉള്ള കാര്യം പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ചന്തുമോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദേവയാനിക്ക് ഇതൊന്നും കണ്ടിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരികയാണ്, ദേഷ്യവും വരുന്നുണ്ട്. അഭി കാരണമല്ലോ കൂടുതൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിയെ നോക്കിയിട്ട് നീ എന്താണ് നോക്കി നിൽക്കുന്നത്? നീ എന്താ മിഴിച്ച് നോക്കി നിൽക്കുന്നത്? കുഞ്ഞിനെയും കൊണ്ട് പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭി നേരെ കുഞ്ഞിനെ വിളിച്ചിട്ട് വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും നയനയാണെങ്കിൽ ആകെ കരച്ചിലാണ്. അമ്മ ഇത് കണ്ടോ അമ്മേ? നയനമോൾ എന്ത് കരച്ചിലാണെന്ന് നോക്കിക്കണ്ടേ? ഈ സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല അമ്മേ. മോളെ നീ ഇങ്ങനെ കരയല്ലേ, കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനും കൂടി അതൊരു ദോഷമാണ്. അതുകൊണ്ട് മോളെ നീ ഇങ്ങനെ പെടല്ലേ, ആദർശ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് മോളെ. അവൻ ഇവിടെ നിന്ന് അങ്ങനെ കൂടുതൽ മാറി നിൽക്കാനൊന്നും കഴിയില്ല, മോള് സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയെ ആശ്വാസപ്പെടുത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. മുത്തശ്ശനാണെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ അങ്ങനെ ഭയങ്കര അരിശമാണ് മുത്തശ്ശൻ്റെ
മുഖത്ത് കാണിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആദർശിനോടൊരു വാക്ക് പറയായിരുന്നില്ലേ ഇവിടെ നിന്ന് പോകണ്ട എന്ന്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ അവനോട് പോകണ്ട എന്ന്? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. എന്തിനാ ഞാൻ പറയുന്നത്? അവനോടൊന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനായിട്ടൊന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അത് പിന്നെ അവൻ ചെയ്തത് തെറ്റാണെന്ന് അറിയാം. അതുകൊണ്ടാ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും പറയാതെ പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലായതാണ്. അപ്പം അവൻ തെറ്റ് ചെയ്തെന്ന് സമ്മതിച്ചല്ലോ. അവൻ എന്താ പറഞ്ഞത്? എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന്. അങ്ങനെ പോയ ഒരാളെ എനിക്ക് പിടിച്ചു നിർത്തേണ്ട ആവശ്യം ഉണ്ടോ വസുന്ധരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഠിന മനസ്സായി പോയത്? അതെ, എനിക്ക് ചില സമയങ്ങളിൽ കഠിന മനസ്സാകാനായിട്ട് സാധിക്കും. അവനില്ലാതെ നിങ്ങൾക്ക് ഇവിടെ കഴിയാനായിട്ട് പറ്റുമോ? കഴിയണം, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് വസുന്ധര മുത്തശ്ശിയും പറയാണ്. പറ്റില്ലെങ്കിൽ പറ്റണം, അതാണ് വേണ്ടത്. അല്ലാതെ ഒരാളെ ഓർത്ത് കണ്ണീരൊഴുക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വലിയൊരു തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബിസിനസിന്റെ ആ ഒരു ഇടിവാണ് നിങ്ങളുടെ വലിയ തെറ്റായി പോയത്. കൊച്ചുമക്കളല്ലേ ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യം എന്നൊക്കെ പറയാം. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല വസുന്ധരെ. പോയവരൊക്കെ പോകണം. തെറ്റ് ആരാണോ ചെയ്തത് അവർ കുറ്റം സമ്മതിച്ച് പോവുകയാണ് ചെയ്തത്. അതിലിനി തടസ്സം വെക്കണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യവും ഇല്ല. അതെ, നയനമോളുടെ വയലിലൊരു കുഞ്ഞുള്ളതാണ്, അവൾക്ക് സങ്കടാവില്ലേ? അതിനിപ്പം ഞാൻ എന്ത് വേണം? ഞാൻ എന്തിനാ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്? അതെ, ഞാനിങ്ങനെ ആയിപ്പോയി. എന്നെ ഒരു മാരകമായ അസുഖം തൊട്ട് തലോടിക്കൊണ്ട് പോയി. പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോയിരുന്നെങ്കിലോ വളരെ സമാധാനമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ആദർശ് മോനെ വിളിക്കണം. ഞാൻ വിളിക്കില്ല. ശരി, ആദർശ് ഇങ്ങനെ വരട്ടെ, എന്നിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. എന്താ, അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടാതെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. നിസ്സഹായ ഒരു അവസ്ഥയിലാണ് മുത്തശ്ശി നിൽക്കുന്നത്. മുത്തശ്ശിനോടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം ടെൻഷനും ഉണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് വരിക. പെട്ടെന്നാണ് നയനയ്ക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വരിക. വയറിലിങ്ങനെ താങ്ങി പിടിക്കുകയാണ് നയന ഇങ്ങനെ വയറിലിങ്ങനെ താങ്ങി പിടിക്കുമ്പോഴും ഭയങ്കര സങ്കടം. കരച്ചിലോട് കരച്ചില്ല. നടുവും വയറും ഒരേപോലെ വേദന എടുക്കുകയാണ് നമ്മുടെ നയനയ്ക്ക്. അങ്ങനെ ബെഡ്റൂമിലേക്ക് കയറിയതും വേദന കൊണ്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പോവുകയാണ് നയന. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഈ മുത്തശ്ശൻ്റെ കടുംപിടുത്തം കാരണം നമ്മുടെ നയനയുടെ കുഞ്ഞ് പോകുമോ ഇല്ലേ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിലോട്ട് തീർച്ചയായിട്ടും അറിയാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.